294 MLA ഇരുന്നിരുന്ന ആന്ധ്രാപ്രദേശിലെ നിയമസഭാ സമുച്ചയമാണ് ഈ പിന്നിൽ കാണുന്നത്. ആന്ധ്രാപ്രദേശ് തെലങ്കാനയും സീമാന്ധ്രയുമായി വെട്ടിമുറിക്കപ്പെട്ട് കഴിഞ്ഞു. തെലങ്കാനയിൽ 119 നിയമസഭാ മണ്ഡലങ്ങൾ, സീമാന്ധ്രയിലാകട്ടെ 175 നിയമസഭാ മണ്ഡലങ്ങളും. 42 ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സീമാന്ധ്ര 25 ലോക്സഭാ മണ്ഡലങ്ങൾ, തെലങ്കാനയിലാകട്ടെ ബാക്കി 17 മണ്ഡലങ്ങളും. ആർക്കൊപ്പം ഇന്ത്യ എന്നതുപോലെ രാജ്യമറിയാൻ ആഗ്രഹിക്കുന്നതാണ് രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ജനവിധി. അതാണ് ഓർമ്മയായി മാറുന്ന ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം രണ്ടായി പിളർന്നുണ്ടായ തെലങ്കാനയിലെയും സീമാന്ധ്രയിലെയും പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നത്. രാജ്യത്തെ 29ാമത്തെ സംസ്ഥാനമായി തെലങ്കാന രൂപം കൊണ്ട് തന്നെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പ്രചാരണ വിഷയം. ഒന്നായിരുന്ന സംസ്ഥാനം രണ്ടായി മുറിച്ചപ്പോൾ അതിനെ രണ്ട് വികാരങ്ങളോടെ സമീപിക്കുന്ന ജനങ്ങളും നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ആരെയും അമ്പരപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ UP അധികാരത്തിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. ആകെയുണ്ടായിരുന്ന 42 ലോക്സഭാ സീറ്റുകളിൽ 33 സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചു കയറിയത്. TDP എന്ന തെലുങ്കുദേശം പാർട്ടിക്ക് 6 സീറ്റ്, TRS എന്ന തെലങ്കാന രാഷ്ട്ര സമിതിക്ക് 2 സീറ്റ്, MIM എന്ന മജ്ലിസ് പാർട്ടിക്ക് 1 സീറ്റ്. 2009 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് ജേതാക്കളായത്. ആകെയുണ്ടായിരുന്ന 294 സീറ്റുകളിൽ 158 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. TDPക്ക് 105 സീറ്റുകൾ കിട്ടി. ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിക്ക് 18 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. പിന്നെ അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് മാറി. CPI 4 സീറ്റും CPM 1 സീറ്റും നേടി. BJPയും MIM അടക്കമുള്ള മറ്റുള്ളവർ 8 സീറ്റുകളും കരസ്ഥമാക്കി. 2009 ഈ കണക്കുകൾ 2014 പ്രസക്തമല്ലാതായി. അതിന് പ്രധാന കാരണം തെലങ്കാന വിഭജനം തന്നെ. തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിൻ്റെ ഒരു നേട്ടം കൊയ്യാൻ കോൺഗ്രസും TRSും ഒന്നുപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലാതെ വളരെയധികം നാൾ നീണ്ടു നിന്ന ഒരു പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ അണ്ടർ കറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിൽ മാത്രം ഊന്നിയുള്ളതല്ല. ആന്ധ്ര പഴയ ആന്ധ്ര അല്ലാതായപ്പോൾ പ്രതാപത്തോടെ വാണ്ടിരുന്ന കോൺഗ്രസ് പഴയ കോൺഗ്രസിൻ്റെ അസ്ഥിപഞ്ജരമായി. YSR എന്ന YS രാജശേഖര റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞപ്പോൾ ആന്ധ്രയിലെ കോൺഗ്രസിന്റെ തലവരെയാണ് മാറിപ്പോയത്. YSR ഇല്ലാതായതോടെ പിന്നെ കോൺഗ്രസ് എടുത്ത എല്ലാ തീരുമാനങ്ങളും കൂനിന്മേൽ കുരുവായി. YSRന്റെ മകൻ YS ജഗൻമോഹൻ റെഡ്ഡിയെ പിന്തുടർച്ചക്കാരനായി വാഴിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതിരുന്നത് ആദ്യ പിഴവായി. രണ്ടാമത്തെ പിഴവാകട്ടെ തെലുങ്ക് മണ്ണിലെ കോൺഗ്രസിന്റെ അടിവേരുകൾ ഉലയിക്കുന്നതായി. അത് തെലങ്കാന വിഭജനമെന്ന വൈകാരിക ആവശ്യത്തിനുള്ള അംഗീകാരമായിരുന്നു. വിഭജനത്തിന് സീമാന്ധ്രയിലെ എല്ലാ ജനങ്ങളും എല്ലാ പാർട്ടികളും എതിരായിട്ടും അവർ കർക്കശമായി നിന്ന് ഈ വിഭജനത്തിന് നിന്ന് ഏറ്റവും മുന്നിൽ നിന്ന് ആ വിഭജനം സാധിച്ചെടുത്തത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനോടൊരു വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെ അവിടുത്തെ ജനങ്ങൾ ഇക്കുറി വോട്ട് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. തെലങ്കാന യാഥാർത്ഥ്യമാക്കിയാൽ K ചന്ദ്രശേഖര റാവു എന്ന അധികാരം നയിക്കുന്ന TRS എന്ന തെലങ്കാന രാഷ്ട്ര സമിതി കോൺഗ്രസ് ലയിക്കുമെന്ന മനപ്പായസമാണ് കോൺഗ്രസിനെ കുഴിയിൽ ചാടിച്ചത്. എന്നാൽ ലയിക്കാൻ പോയിട്ട് കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ടാക്കാൻ പോലും TRS തയ്യാറായില്ല. കോൺഗ്രസുമായി നേർക്കുനേർ പോരാട്ടത്തിന് TRS ഇറങ്ങിയതോടെ സീമാന്ധ്രയും പോയി. തെലങ്കാന കിട്ടുമെന്ന് ഉറപ്പുമില്ല എന്ന പരിങ്ങിയ നിലയിലായി കോൺഗ്രസ് നൽകിയ ദാനമല്ല തെലങ്കാനയെന്നും 13 വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ തങ്ങൾ നേടിയെടുത്തതാണ് തെലങ്കാനയെന്നുമാണ് TRSന്റെ വാദം. Believing that Telangana will be a reality one time or the other, and that came true now. So now if the Congress says we have given Telangana, they have not given Telangana. We have made sure that we get them into the pressure zone so that they deliver Telangana. That is what we did. So I don't believe that today people of Telangana are with TRS, not with Congress. ഇതിന് ശക്തമായ മറുപടി നൽകുന്നതിന് കോൺഗ്രസ് രംഗത്തിറക്കിയത് TRS വിട്ട് കോൺഗ്രസിൽ ചേർന്ന വിജയശാന്തിയെ പോലുള്ളവരെയാണ്. With one MP, how can he divide the state? So for 13 years, what did he do?
From 13 years, he's been doing all these agitations. Why couldn't he bring the Telangana? All the credit goes to Sonia Ji. She's the person who have decided and with a bold decision. And one more thing, she has sacrificed the party because in Andhra, Rayalaseema, Uttarandhra, they have blackmailed Sonia Ji. If you give Telangana, we'll all will resign or we'll leave the party and go. This kind of blackmailing they have done. And she was a bold lady. She took the right decision in the right time and she has given a Telangana. So her whole credit goes to Sonia Ji. പഴയ NDA സഖ്യത്തിന്റെ ഓർമ്മകൾ പുതുക്കി TDPയുമായി BJP വീണ്ടും കൂട്ടുകെട്ടുണ്ടാക്കി. തെലുങ്കാനയെ എതിർത്ത TDPയുമായാണ് കൂട്ടെങ്കിലും തെലുങ്കാന ബിൽ പാസ്സായത് BJPയുടെ പിന്തുണ കൊണ്ടാണെന്നും അതിന്റെ മെച്ചം മോദി തെരഞ്ഞെടുപ്പിലുണ്ടാക്കാമെന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. See, people know the history. Who stopped? It was Congress. 56 years, they did not give justice. And TRS was partner with them for 5 years, but nothing moved in those 5 years. Those 1,000 boys who got themselves killed, committed suicide. Who is responsible for that? Both the parties need to answer. It is because of the BJP support, wholehearted support, unconditional support, this people's dream became reality. കോൺഗ്രസും TRSും തെലങ്കാനയിൽ നേർക്കുനേറേറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസിന്റെ കൂട്ടാളി CPI ആണെന്നത് കൗതുക കാഴ്ച. TDP BJP സഖ്യം തെലങ്കാനയിൽ പലയിടങ്ങളിലും ത്രികോണ മത്സരം കാഴ്ചവെച്ചു. CPI കോൺഗ്രസിന്റെ പാളയത്തിലായപ്പോൾ തകർന്ന ഇടതു കൂടാരത്തിൽ CPM ഒറ്റയ്ക്ക് 37 നിയമസഭാ സീറ്റുകളിലും 2 ലോക്സഭാ സീറ്റുകളിലും മത്സരിച്ചു. CPI കോൺഗ്രസ് കനിഞ്ഞു നൽകിയ 1 ലോക്സഭാ സീറ്റിലും 7 നിയമസഭാ സീറ്റിലും മാറ്റുരച്ചു. തെലങ്കാന വിഭജനത്തെ CPM എതിർത്തപ്പോൾ CPI തെലങ്കാന വിഭജനത്തെ അനുകൂലിച്ചു. ഇതാണത്രേ താത്വികമായ വേർപിരിയലിന്റെ കാരണമെന്നാണ് CPI നേതാക്കളുടെ നിലപാട്. എന്നാൽ ഇടതുദേശീയ കാഴ്ചപ്പാടാണ് കോൺഗ്രസിന്റെ എച്ചിലിനു വേണ്ടി CPIക്കാർ തകർത്തെറിഞ്ഞതെന്നാണ് CPM ആക്ഷേപിക്കുന്നത്. When we are finalized one policy that defeating the BJP and Congress and making like alternative policy in national level, so how you go with the Congress here in Telangana? They are saying it is a special case, special occasion. There is no special case, nothing. തെലങ്കാന തിളയ്ക്കുകയാണ്. പൊള്ളുന്ന ചൂടിനൊപ്പം തിളച്ചുമറിയുന്ന പ്രചാരണ കോലാഹലവും. തെലങ്കാനയിൽ പുതിയ സംസ്ഥാന രൂപീകരണം തുണയ്ക്കുമെന്ന കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് 10 വർഷത്തെ തുടർച്ചയായ ഭരണം കൊണ്ടുണ്ടായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. YSRന്റെ മരണത്തെ തുടർന്ന് K. റോസയ്യയും കിരൺകുമാർ റെഡ്ഡിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി വന്നെങ്കിലും കോൺഗ്രസിന് കരുത്തനായ ഒരു നേതാവിനെ കിട്ടിയില്ല. തെലങ്കാന വിഭജനത്തെ എതിർത്ത് കോൺഗ്രസ് വിട്ടിറങ്ങി സമൈക്യാന്തര പാർട്ടി രൂപീകരിച്ച മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി കോൺഗ്രസിന് തിരിച്ചടിയായി മാറി. തെലങ്കാന സംസ്ഥാനത്ത് ആദ്യ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ തെലങ്കാനയിലെ ചൂടിൽ കോൺഗ്രസിനെ വലയ്ക്കുന്നു. YSRന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യത്തിന് കോൺഗ്രസിന് ഒരിക്കലും ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കിരൺ റെഡ്ഡി ഒരിക്കലും അത്രയും YSRനെ പോലെ അഭിമതനായ ഒരു നേതാവായിരുന്നു. ഉറച്ച കോട്ടയായിരുന്ന സീമാന്ധ്ര ത്യാഗം ചെയ്താണ് കോൺഗ്രസ് തെലങ്കാന സമ്മാനിച്ചതെന്നും അതിന്റെ പ്രതിഫലം തെലങ്കാനക്കാർ സമ്മാനിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ ഭൂരിപക്ഷവും സ്വന്തമാക്കാനായില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ വാട്ടർലൂ തന്നെയാകും. Congress which gave Telangana, if without Congress it is not possible, the party, the ruling party, and so madam has sacrificed. As I said, she lost another state. തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TRS എന്ന തെലങ്കാന രാഷ്ട്രസമിതി ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തെലങ്കാനയിലെ ഗ്രാമീണ മേഖലകളിൽ TRS തരംഗം വ്യക്തമാണ്. TRSന്റെ നെടുനായകൻ KCR തെലങ്കാന എന്ന തന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി എന്ന ചരിത്ര പെരുമയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. తెలంగాణ ముద్దు బిడ్డరా కేసీఆర్ తెలంగాణ కై పుట్టెరా తెలంగాణ ముద్దు బిడ్డరా కేసీఆర్ తెలంగాణ కై పుట్టెరా తెలంగాణ ప్రజల కోసమే తన ప్రాణమే నైవేద్యం అన్నాడు. One thing I can very surely tell you, TRS party is going to form the government, and once we win the proper number majority MLAs, then our legislative body is going to sit and decide who will become the chief minister of Telangana. TRSന് ഒരു വലിയ പങ്കുണ്ട് തെലങ്കാന രൂപീകരണത്തിൽ. 1960കളിൽ ഉറങ്ങിക്കിടന്നിരുന്ന തെലങ്കാന മൂവ്മെൻറ്റിനെ പിന്നെയും ഒരു പുനർജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നത് TRS തന്നെയാണ്.
ഒരു തൂക്കു നിയമസഭയാണ് തെലങ്കാനയിൽ രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഉണ്ടാകുക പോസ്റ്റ് പോൾ അലയൻസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വിചിത്ര കൂട്ടുകെട്ടുകളാകും. പരസ്പരം മത്സരിച്ച TRSഉം കോൺഗ്രസും ഒരുമിച്ച് മന്ത്രിസഭ ഉണ്ടാക്കിയേക്കാം. ഇതൊരു സ്പ്ലിറ്റ് അസംബ്ലി ആയിരിക്കും, ഡെഫിനറ്റാണ്. ആരാരെ സപ്പോർട്ട് വാങ്ങുന്നതാണ് ക്രൂഷ്യൽ. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ TRSന്റെ സപ്പോർട്ട് ഇപ്പോൾ വാങ്ങാൻ പോകുന്നില്ല എന്നാണ്. ഈ സ്പ്ലിറ്റ് അസംബ്ലി ആണെങ്കിൽ TRSോ കോൺഗ്രസോ ആർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മജ്ലിസിൻ്റെ സപ്പോർട്ടാവട്ടെ, TDPയുടെ സപ്പോർട്ടാവട്ടെ, BJPയുടെ സപ്പോർട്ടാവട്ടെ, ഇത് ആര് വാങ്ങുന്നതാണ് ക്രൂഷ്യൽ, ആര് സപ്പോർട്ട് കൊടുക്കുന്നതാണ് അറിയേണ്ടത്. തെലങ്കാന മേഖലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റിൽ 12 സീറ്റും നേടിയത് കോൺഗ്രസ് ആയിരുന്നു. TRS 2ഉം മറ്റുള്ളവർ 3 സീറ്റുകളും നേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന മേഖലയിൽ 119 നിയമസഭാ സീറ്റുകളിൽ 49 സീറ്റുകളാണ് കോൺഗ്രസ് കരസ്ഥമാക്കിയത്. TDP 39ഉം TRS 10 സീറ്റും നേടി. മറ്റുള്ളവർക്ക് 11 സീറ്റും. ഈ കണക്കുകൾ തെലങ്കാനയിൽ കോൺഗ്രസിന് പ്രതീക്ഷ പകരുന്നു. എന്നാൽ അഭിപ്രായ സർവേകൾ കോൺഗ്രസിനെ തുണയ്ക്കുന്നില്ല. ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും TRS മുൻതൂക്കം നേടുമെന്നാണ് പ്രവചനങ്ങൾ. AC നീൽസൺ പ്രവചനപ്രകാരം TRS 6 മുതൽ 8 വരെയും കോൺഗ്രസ് 7 മുതൽ 9 വരെയും ലോക്സഭാ സീറ്റുകൾ തെലങ്കാനയിൽ നേടും. തെലങ്കാനയിൽ തൂക്കു നിയമസഭയുണ്ടാകുമെന്നാണ് ഇതേ സർവേ കണക്കാക്കുന്നത്. TRS 51 മുതൽ 57 വരെ സീറ്റുകളിൽ വിജയിക്കും. കോൺഗ്രസ് 46 മുതൽ 52 സീറ്റുകൾ വരെ നേടും. TDP BJP സഖ്യം 9 മുതൽ 11 സീറ്റുകൾ സ്വന്തമാക്കും. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ TRS ആരുമായാണ് കൂട്ടുകെട്ടുണ്ടാക്കുന്നതെന്ന് കണ്ടറിയണം. വിളവെടുപ്പ് കഴിഞ്ഞ ഈ ചോളപ്പാടത്ത് ഇനി മറ്റൊരു വിള ഇറക്കും. അതാണ് ഇവിടുത്തെ കൃഷിരീതി. അതുപോലെ തന്നെ തെലങ്കാന നഷ്ടമായ സീമാന്ധ്ര ഭാഗത്ത് പുതിയ ചില വിളകളിറക്കി പരീക്ഷിക്കുകയാണ് രാഷ്ട്രീയക്കാർ. വിശാലമായ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാന വേർപെട്ടതോടെ ബാക്കി വന്ന ഭാഗമാണ് സീമാന്ധ്ര. ആന്ധ്രയും രായലസീമയും ചേർന്നതാണ് സീമാന്ധ്ര. സീമാന്ധ്രയിലെ രാഷ്ട്രീയത്തിൻ്റെ കാറ്റും ഇപ്പോൾ മാറി വീശുകയാണ്. സീമാന്ധ്ര കോൺഗ്രസിന്റെ എത്രമാത്രം ഉറച്ച കോട്ടയായിരുന്നു എന്ന് വ്യക്തമാകണമെങ്കിൽ 2009 തെരഞ്ഞെടുപ്പിന്റെ ഈ കണക്കുകൾ കണ്ടാൽ മതി. സീമാന്ധ്ര മേഖലയിലെ 25 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് വാരിയെടുത്തത് 21 സീറ്റുകൾ. 175 നിയമസഭാ സീറ്റുകളിൽ 109 സീറ്റുകളും കോൺഗ്രസ് നേടി. ഈ സീമാന്ധ്രയാണ് തെലങ്കാന രൂപീകരണത്തിലൂടെ കോൺഗ്രസ് വെറുപ്പിച്ചത്. കോൺഗ്രസ് തേരോട്ടങ്ങൾ കണ്ട സീമാന്ധ്ര മേഖല കോൺഗ്രസിന്റെ തകർച്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഈ കൃഷ്ണാനദി പോലെയാണ് സീമാന്ധ്രക്കാരുടെ മനസ്സ് ഇപ്പോൾ. തെലങ്കാന വേർപെട്ടു പോയതിലുള്ള ദുഃഖവും അമർഷവും സീമാന്ധ്രക്കാർക്കുണ്ട്. ആ അമർഷം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പുലിവെണ്ടുലയിലെ YSR എന്ന പുലിയുടെ പിന്മുറക്കാരനായി YS ജഗൻമോഹൻ റെഡ്ഡി എന്ന പുലിക്കുട്ടി കളത്തിലിറങ്ങിയപ്പോൾ കിടുങ്ങിയത് കോൺഗ്രസിന്റെ കോട്ടകളാണ്. జగనన్న జగనన్న జగమంతా నీతో జగనన్న జగనన్న జగమంతా నీతో రాజన్నకు పుత్రుడవు రైతన్నకు మిత్రుడవు జగనన్న జగనన్న జగులంతా నీతో. കോൺഗ്രസ് സീമാന്ധ്രയിൽ ഒരു സീറ്റ് നമുക്ക് ലോക്സഭയിൽ ജയിക്കില്ല. ഒരു 5-6 അസംബ്ലി സീറ്റ് ജയിക്കുന്നല്ലാണ്ട്, അതും അവർ ഇൻഡിവിജ്വൽ ലീഡേഴ്സിൻ്റെ സ്ട്രെങ്ത്തിനെ മേലെ ജയിക്കുന്നല്ലാണ്ട് കോൺഗ്രസിന് ഇനി അടുത്തൊരു 2-3 ടേം കോൺഗ്രസിന് ആന്ധ്രയിൽ, സീമാന്ധ്രയിൽ ഒരു ചാൻസുമില്ല. ജഗൻമോഹൻ തരംഗമാണ് സീമാന്ധ്രയിൽ ചൂടുകാറ്റിനൊപ്പം വീശിയടിച്ചത്. ജഗൻ അണ്ണനെന്ന് കേൾക്കുന്ന മാത്രയിൽ ആവേശത്തോടെ ഓടിയെടുക്കുന്ന ജനസാഗരം കോൺഗ്രസിനെ മാത്രമല്ല ഭയപ്പെടുത്തിയത്. സൈബരാബാദിനെ സൃഷ്ടിച്ച ഹൈടെക് നേതാവ് നര ചന്ദ്രബാബു നായിഡു എന്ന N ചന്ദ്രബാബു നായിഡുവിനെ കൂടിയാണ്. തെലങ്കാന വിഭജനത്തെ എതിർത്ത നായിഡുവിനും TDPക്കും സീമാന്ധ്ര ഒരു മരീചിയാക്കി മാറ്റിയത് ജഗൻ തരംഗമാണ്. ജനം കോരിന ജഗൻ ഇച്ചിന എജൻഡാ YSR കദലിരാ കലസിരാ ഉരികിരാ. തെലങ്കാനയിലെ പോരാട്ടമല്ല സീമാന്ധ്രയിലേത്. പ്രധാന പോരാളികളും ഇവിടെ വേറെയാണ്. YSRCP എന്ന YSR കോൺഗ്രസും തെലുങ്കുദേശം പാർട്ടി എന്ന TDPയും കൊമ്പ് കോർക്കുമ്പോൾ നിലത്ത് വീണ് ഇഴയുകയാണ് കോൺഗ്രസ്. ജഗൻമോഹൻ റെഡ്ഡിയെ 10 അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ പ്രതിയാക്കി CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടച്ച കോൺഗ്രസിന്റെ തന്ത്രം തന്നെയാണ് അവരെ നിലംപരിശാക്കിയത്.
ജഗന് ഒരു സ്വീപ്പ് തന്നെ, ഒരു അനുകമ്പ തരംഗം തന്നെ രാജശേഖർ റെഡ്ഡി മരിച്ചതിന് ശേഷവും ഓതർപ്പ് യാത്രയുടെ ഇടയിലും അതുപോലെ തന്നെ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. BJPയേക്കാൾ തീർച്ചയായിട്ടും സാധ്യത സീമാന്ധ്രയിൽ ജഗന് തന്നെയായിരിക്കും. കൂടുതൽ സീറ്റ് കിട്ടുന്നതും ജഗന് തന്നെയായിരിക്കും. മോദി തരംഗവും പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ പിന്തുണയും TDP സഖ്യവും കൂടിയാകുമ്പോൾ ലോക്സഭാ സീറ്റുകൾ കുറച്ച് സീമാന്ധ്രയിൽ കരസ്ഥമാക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 2009 പ്രജാരാജ്യം പാർട്ടിയുമായി വന്നെങ്കിലും പ്രതിമാസമായി മാറാൻ കഴിയാതിരുന്ന സുപ്രീം സ്റ്റാർ കെ ചിരഞ്ജീവി ഇപ്പോൾ കോൺഗ്രസിന്റെ സീമാന്ധ്രയിലെ പ്രചാരണ വിഭാഗം തലവനാണ്. ചിരഞ്ജീവിയുടെ പോയകാല താരപൊലിമയിൽ മാത്രമാണ് കോൺഗ്രസിന് സീമാന്ധ്രയിലെ നേരിയ പ്രതീക്ഷ. എന്നാൽ ചിരഞ്ജീവിയോടുള്ള ആരാധന അവസാനിച്ചെന്നും കോൺഗ്രസിനുള്ള എതിർപ്പ് ജനങ്ങൾക്ക് ചിരഞ്ജീവിയോടുമുണ്ടെന്ന് എതിരാളികൾ സമർത്ഥിക്കുന്നു. And you saw Chiranjeevi, he is not a genuine politician. அவங்க வந்து he want to earn money, he came and he entered in the politics, he earned money and party வந்து காங்கிரஸ்ல merge பண்ணது. அவரால வந்து எல்லா ആർട്ടിസ്റ്റും ഒരു കെട്ട പേര് വന്നിருக்கு. തെലുങ്കാനയിലെ പോലെ സീമാന്ധ്രയിലും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. വിശാലാന്ധ്ര സീമാന്ധ്രയായി ചുരുങ്ങിയപ്പോൾ പരിങ്ങല്ലായ കോൺഗ്രസിന് ആത്മവിശ്വാസം തന്നെ നഷ്ടമായിരുന്നു. YSR കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടമുണ്ടാക്കാനായാലും ലോക്സഭാ സീറ്റുകൾ കൂടുതൽ സ്വന്തമാക്കാമെന്നാണ് TDP BJP സഖ്യത്തിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് സീമാന്ധ്രയിൽ തുടച്ചു നീക്കപ്പെടുമെന്നാണ് അഭിപ്രായ സർവേകളും വ്യക്തമാക്കുന്നത്. സീമാന്ധ്രയിലെ ജഗനണ്ണൻ തരംഗം യാഥാർത്ഥ്യമാകുമെന്നാണ് AC നിൽസൺ സർവേ പ്രവചിക്കുന്നത്. 25 ലോക്സഭാ സീറ്റുകളിൽ 19 മുതൽ 21 വരെ സീറ്റുകൾ YSR കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് പ്രവചനം. TDP BJP സഖ്യം 4 മുതൽ 6 വരെ ലോക്സഭാ സീറ്റുകളെ നേടുകയുള്ളൂവെന്നും ഇതേ സർവേ പ്രവചിക്കുന്നു. സീമാന്ധ്രയുടെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയാകുമെന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലം YSR കോൺഗ്രസ് പാർട്ടിക്ക് നിയമസഭയിൽ 129 മുതൽ 133 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. 42 മുതൽ 46 വരെ സീറ്റുകളിലാണ് TDPക്ക് വിജയിക്കാനാകിയെന്നും ഈ സർവേ പറയുന്നു. പ്രവചനങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ഒരേ ഭാഷ സംസാരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ തങ്ങളുടെ വിധി വോട്ടിംഗ് യന്ത്രങ്ങളിൽ വിരലമർത്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. എരിവും ചൂടുമേറിയ തെലുങ്കാനയും സീമാന്ധ്രയും തണലായി കാണുക ആരെയാകും? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ പ്രതീകമായിരുന്നു പൂർണ്ണകുംഭമേന്തിയ ഈ ദേവീ പ്രതിമ. വിശാലമായി ആന്ധ്രാപ്രദേശ് ഇല്ലാതായി തെലുങ്കാനയും സീമാന്ധ്രയുമായി. തെലുങ്കാന എന്ന പുതിയ സംസ്ഥാനം ഭരിക്കുന്നത് ആരായിരിക്കും? TRSോ കോൺഗ്രസോ? സീമാന്ധ്ര ഭരിക്കുന്നത് ആരായിരിക്കും? ജഗൻമോഹൻ റെഡ്ഡിയോ ചന്ദ്രബാബു നായിഡുവോ? ഉത്തരമറിയാൻ കാത്തിരിക്കാം ഈ മാസം 16 വരെ. നമസ്കാരം.